അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ് വയനാട്ടിൽ വെച്ച് നടന്നത്. ഒരു ഗ്രാമം മൊത്തമായിട്ടും അങ്ങോട്ടു വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതാണ് കാഴ്ചകൾ കണ്ടത്. 200-ലധികം ആൾക്കാരുടെ മൃതശരീരമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയത്. മറ്റ് 300-ലധികം ആൾക്കാരുടെ മൃതശരീരം ഇനിയും ആ മണ്ണിൻ്റെ അടിയിലുണ്ട്. 3000 ആൾക്കാർ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ സങ്കടകരമായ ദുഃഖകരമായ ഒരു വിഷയമാണ്. രക്ഷാപ്രവർത്തകരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ കേരള മലയാളികൾ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചവിടത്തേക്ക് കേരളത്തിലെ മലയാളികൾ ഇത് പരസ്പരം ഹൈന്ദവനോ മുസ്ലിമോ എന്ന് നോക്കാതെ നല്ല സാഹോദര്യത്തോടു കൂടി നല്ല ഐക്യത്തോടു കൂടിയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ടു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കുമുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായ ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആൾക്കാരെ എന്താണ് ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മറ്റു എന്താണ് അവിടേക്ക് വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അവിടേക്ക് ഉള്ള സഹകരണങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ രക്ഷാപ്രവർത്തകരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. നല്ല ഐക്യത്തോടു കൂടിയാണ് അവർ അത്തരത്തിലുള്ള പ്രവർത്തകൾ ചെളിയൊന്നും നോക്കാതെ മഴയൊന്നും നോക്കാതെ ഭക്ഷണം പോലും കഴിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. അള്ളാഹുവെ, ഒരാൾക്ക് ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുകയാണ്, കയ്യിൽ ചളിയാണല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത്തരത്തിലുള്ളത് കാണുമ്പോൾ അള്ളാഹുവെ നമ്മൾ കൽബ് പൊട്ടിപ്പോകുന്നു. അള്ളാഹുവെ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും അവരുടെ കുടുംബത്തിന് ഐശ്വര്യവും അവർക്ക് ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്കണേ ആമീൻ. ഒരു ഇതും ആഗ്രഹിച്ചിട്ടല്ല അള്ളാഹുവെ, മനുഷ്യൻ എന്ന ഒരു ചിന്തയിലാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. മനുഷ്യത്വം എന്ന് പറയുന്നത് അതിനാണ്. സോ അവരാണ് ഏറ്റവും ഹാറ്റ്സ് ഓഫ് എന്ന് പറയാൻ വയ്യ. ഇത്രയും നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഇന്നലെ ഞാൻ നടന്നതായ ഈ ഒരു സംഭവത്തിൽ അവിടുത്തെ പള്ളിയുടെ ഉസ്താദ് കാണാനില്ല. അതായത് അവിടുത്തെ ഉസ്താദ് അടുത്ത ഗ്രാമത്തിലുള്ള ഉസ്താദിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മഴയൊക്കെയാണ്, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മഴയൊക്കെയാണ്, ദുആ ചെയ്യണം ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉസ്താദിൻ്റെ മൃതശരീരം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പള്ളിയിലേക്ക് പോയി. അവിടെ പള്ളി ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് ഉസ്താദിൻ്റെ ആ ഒരു മയ്യത്ത് അവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ദുഃഖവാർത്തയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദീനീ സേവനത്തിന് വേണ്ടിയിട്ടാണ് അവർ ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദീനിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ ജോലിയിലേക്ക് കയറുന്നത്. ചെറിയൊരു ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ഉസ്താദന്മാർ എന്ന് പറയുന്നത്. നിങ്ങൾ ദിവസവും 1000, 1500 ആൾക്കാർ ശമ്പളം വാങ്ങുന്ന, സാലറി വാങ്ങുന്ന ആൾക്കാരായിരിക്കാം ദിവസവും കൂലിയായിട്ട് വാങ്ങുന്നത്. പക്ഷെ ഉസ്താദന്മാർ അങ്ങനെയല്ല. ഉസ്താദന്മാർ ചെറിയൊരു ശമ്പളത്തിന് 300 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 400, 500 രൂപക്കാണ് അവർ ദിവസവും നയിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത്. ഇത്രയും ചെറിയ ഇതിന് അവർ ജോലി ചെയ്ത് അവർക്ക് നല്ല ബർക്കത്താണ്. അതിൽ യാതൊരു പറയാനില്ല. ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. പക്ഷെ എങ്കിലും അവരുടെ കുടുംബത്തെ, മാതാപിതാക്കളെയും മക്കളെയും ഭാര്യയെയും ഒക്കെ വിട്ടാണ് അവർ വന്ന് അവിടെ തങ്ങുന്നതും നിസ്കരിക്കുന്നതും. അള്ളാഹുവിലേക്ക് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതും. അവിടെയുള്ള മുസ്ലിമീങ്ങളായ കുട്ടികൾക്ക് പോലും ഇൽമ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മാത്രമാണ്. ദീന് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദന്മാരാണ് അവർ. നമ്മൾ ഒരിക്കലും ഓർക്കാതിരിക്കാൻ വയ്യ. ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവെ, ആ ഉസ്താദിൻ്റെ ജീവിതത്തിൽ വല്ല പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ. ആ ഉസ്താദിൻ്റെ കുടുംബത്തിന് നീ അതിനെ താങ്ങാനുള്ള ശക്തി നീ നൽകി അനുഗ്രഹിക്കണേ ആമീൻ. എല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യണം. വയനാടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു പ്രദേശത്ത് നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടത് കാണും. എത്രയോ വീഡിയോകൾ കണ്ടു കാണും. കാറ്, ബസ് അല്ലെങ്കിൽ തുടങ്ങിയുള്ള വീടുകളും എത്രയാണ് ഒഴിഞ്ഞു പോകുന്നത്. അവിടെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ സമ്പാദ്യം, പണവും, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു നാടിനെ ഭരിക്കുന്ന ഒരു ആളാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അവസാനമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എന്തുണ്ടായിട്ടും സീറോയാണ്.
ഒന്നുമില്ലാത്തവരാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള അപകടത്തിൽ നിന്ന് മറികടക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടം നമുക്ക് വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും 2 കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഈ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ അള്ളാഹു കൈവിടുകയില്ല. ഒന്നാമത്തത് സ്വതക്കയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദുആയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 2 കാര്യങ്ങൾ നമ്മെ എത്രയും വിപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടന്നിട്ടുണ്ട്. സ്വതക്ക കൊടുത്തത് കൊണ്ട്, ദുആ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യമാണ്. ഒന്ന് സ്വതക്ക കൊടുക്കുക, ദുആ ചെയ്യുക. ഈ 2 കാര്യം നമ്മുടെ വിപത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതായ ഒരു ദുആ ഉണ്ട്. ആ ദുആയിനെ, അതായത് മഴ എതിരാകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. മഴ വന്ന് ഇപ്പോൾ കർണാടക ഭാഗമാണെങ്കിലും കേരളമാണെങ്കിലും മൊത്തമായിട്ടും അങ്ങ് മഴ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഇവിടെ കർണാടക ഭാഗത്തൊക്കെ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കുറേ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം വന്ന് പിന്നെ മലയൊക്കെ ജടിഞ്ഞ് വീണുകൊണ്ട് കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. അതേപോലെ ഒരു ദുആ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അല്ലാഹുമ്മ സയ്യിബൻ ഹനിയ എന്നുള്ള ഈ ദുആയും, അതേപോലെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തരുന്ന മറ്റൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്ന് തുടങ്ങിയുള്ള ഈ ഒരു ദുആയും നിങ്ങൾ ദിവസവും ദ്വാരക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും പ്രത്യേകിച്ചിട്ട് ആ വയനാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കുക എന്നാണ് പറയാനുള്ളത്. വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരള ഭാഗത്തിൽ ഒന്നും തന്നെ പറയാനില്ല. കേരളം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ ആയ ആൾക്കാർ. അതിലൊന്നും പറയാനില്ല. ഐക്യത്തോടു കൂടിയാണ് അവരെല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കുറവുമില്ല. ഇപ്പോൾ തന്നെ കാസർഗോഡ് ഭാഗം അല്ലെങ്കിൽ മറ്റേ ഏത് ഭാഗം എടുത്തു നോക്കുകയാണെങ്കിലും അവിടേക്കുള്ള വേണ്ടതായ രീതിയിലുള്ള അതായത് മെഡിസിനുകളും അതേപോലെയുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും സാഹചര്യം എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കർണാടക ഭാഗത്തിൽ നിന്നും അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീഡിയോകൾ ഞങ്ങൾക്ക് കുറേ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി ഒരു ഇത് കൊണ്ടെങ്കിലും പ്രവർത്തിച്ചവർക്ക് അള്ളാഹു സ്വർഗീയ ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കാം, പ്രാർത്ഥിക്കാം. ഈ 2 അല്ലാതെ മറ്റൊരു കാര്യം നമ്മുടെ കയ്യിലില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്രത്തോളം നമുക്ക് അവരെ സഹായിക്കാം. അള്ളാഹു ഇത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് നമ്മെ ഏവരും കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവരും ദ്വാരക്കുക. അതായത് ഞാൻ പറഞ്ഞു തന്ന ആ ഒരു ദുആ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, അല്ലാഹുമ്മ സയ്യിബൻ ഹനിയ എന്നുള്ള ദുആയും, അതേപോലെ അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന എന്നുള്ള ഈ ദുആയും നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യുന്ന വസിയത്തോടു കൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.